എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL-ൽ ഇന്ന് നടന്ന ക്ലാസിക് പോരാട്ടത്തിന് ഒടുവിൽ രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് മുംബൈക്കെതിരെ രാജസ്ഥാൻ ജയിച്ചപ്പോൾ IPL പോയിന്റ് ടേബിളിൽ അടിമുടി മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ചെന്നൈക്ക് വമ്പൻ സന്തോഷവാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ IPL ലേറ്റസ്റ്റ് പോയിന്റ് ടേബിൾ അനാലിസിസും മുംബൈയുടെ ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകളും ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജസ്ഥാൻ തങ്ങളുടെ മൂന്നാം വിജയമാണ് ഇന്ന് മുംബൈക്കെതിരെ നേടിയത്. മികച്ച ഫോമിലാണ് സഞ്ജുവും സംഘവും ഇത്തവണ കളിക്കുന്നത്. മറുവശത്ത് മുംബൈ ആവട്ടെ അവരുടെ ആദ്യ വിജയം തേടുകയാണ്. നിലവിൽ ഇപ്പോൾ ഒരു പോയിന്റ് പോലും നേടാത്ത ടീമാണ് മുംബൈ. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വിജയത്തോടെ രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. 3 കളിയിൽ നിന്നും രാജസ്ഥാന് 6 പോയിന്റാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ഫോം തുടരാൻ സാധിച്ചാൽ ഇത്തവണ രാജസ്ഥാൻ പ്ലേ ഓഫ് കളിക്കും എന്ന് ഉറപ്പാണ്. രണ്ടാം സ്ഥാനത്ത് നിലവിൽ കൊൽക്കത്തയാണ്. 2 മത്സരങ്ങളിൽ നിന്നും 2 ജയിച്ച് 4 പോയിന്റ് അവർക്കുണ്ട്. മൂന്നാം സ്ഥാനത്ത് ചെന്നൈയാണ്. 3 മത്സരങ്ങളിൽ നിന്നും 4 പോയിന്റാണ് അവർക്ക് ഉള്ളത്. ഇന്ന് രാജസ്ഥാൻ ജയിച്ചപ്പോൾ ലോട്ടറി അടിച്ചത് ചെന്നൈക്കാണ്. കാരണം ചെന്നൈയുടെ ഒത്ത എതിരാളി മുംബൈയാണ്. അവരെ തോൽപ്പിക്കുക എന്നതാണ് ചെന്നൈയുടെ ഏക ലക്ഷ്യം. 4ാം സ്ഥാനത്ത് 4 പോയിന്റുമായി ഗുജറാത്തും നിലകൊള്ളുന്നു. ഇനി 5, 6, 7, 8, 9 എന്നീ സ്ഥാനങ്ങളിൽ ആരെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദ്, ലക്നൗ, ഡൽഹി, പഞ്ചാബ്, ബംഗളൂരു എന്നിവരാണ്. ഇവർക്കെല്ലാം 2 പോയിന്റ് മാത്രമാണ് ഇതുവരെ നേടാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയും കാര്യം പരുങ്ങലിലാണ്. ഇതുവരെ പോയിന്റ് ഒന്നും നേടാതെ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് മുംബൈയാണ്. കളിച്ച 3 കളിയും തോറ്റ മുംബൈക്ക് 0 പോയിന്റാണ്. വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ഇത്തവണ പ്ലേ ഓഫ് പോലും കാണാതെ മുംബൈ പുറത്താകും. എന്തായാലും IPL ആവേശം മുറുകുകയാണ്. എല്ലാ ടീമുകളും തമ്മിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്ലേ ഓഫ് ചിത്രങ്ങൾ വ്യക്തമല്ല. 10-ൽ കൂടുതൽ മത്സരങ്ങൾ ഓരോ ടീമുകൾക്കും ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് ആരൊക്കെയാകും ആദ്യ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുക എന്നത് പ്രവചിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും നിലവിലെ അവസ്ഥ പരിഗണിച്ചാൽ രാജസ്ഥാൻ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവർ ഇത്തവണ പ്ലേ ഓഫ് കളിക്കാനാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണ ഏതൊക്കെ ടീം ആയിരിക്കും ഫൈനലിൽ എത്തുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.